ഡോക്ടർ കെ സോമൻ. ഇപ്പോൾ ടെറൈനിലുള്ള വ്യത്യാസം, ഇപ്പോൾ പെട്ടുമുടി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മുൻ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. പക്ഷേ രണ്ട് സ്ഥലത്തെയും ഭൂപ്രദേശത്തെ വ്യത്യാസം എങ്ങനെയാണ് താങ്കളൊന്ന് വിലയിരുത്തുന്നത്? ഇവിടെ ഹിറ്റാച്ചുകൾ അധികമില്ല എന്നൊരു പരാതി നേരത്തെയും ഉയരുന്നുണ്ട്. പക്ഷേ അവിടെ വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. നമ്മൾ കണ്ടിടത്തോളം അങ്ങനെയാണ്. ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം എന്ന് തന്നെ ഒരു വെല്ലുവിളിയായ ഒരു സാഹചര്യമാണ്. പക്ഷേ രക്ഷാപ്രവർത്തനത്തിനുള്ള മനസ്സ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു ഭൂപ്രദേശവും നമ്മുടെ ഭൂപ്രദേശവും തമ്മിലൊരു വ്യത്യാസം അതെങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്, ഡോക്ടർ കെ സോമൻ? അതായത് കർണാടകത്തിന്റെ വടക്ക് ഭാഗം, അതായത് ഉത്തര കന്നഡയിൽ വരുമ്പോൾ ഗോവയ്ക്ക് മുമ്പ് വരുന്ന സ്ട്രെച്ചിലാണ് നമ്മൾ ശിലകൾ എന്ന് പറയുന്നത്. ഈ ധർവാർ ഷിസ്റ്റ് എന്ന് പറയുന്ന ഒരുതരം ശിലകൾ, അതിനകത്ത് വളരെ എന്താ പറയുക, കട്ടി കുറഞ്ഞ ശിലകൾ കൊണ്ട് ഈ വീണ് കിടക്കുന്ന മണ്ണിൽ കണ്ടതുപോലെ വലിയ ബോൾഡേഴ്സ് വരുന്ന ക്വാർട്സൈറ്റിന്റെ വലിയ ബ്ലോക്സ് ഉണ്ട്. അത് 2 ടൺ കണക്കിനുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ശില സംവിധാനവും അതിന്റെ ഇടയ്ക്ക് അതിലും കെട്ടിക്കൂടിയ സാധനങ്ങൾ, അതായത് ഇപ്പം ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതിന്റെ കുറച്ചുകൂടെ വടക്കോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ പാറകൾ ഉണ്ടെന്ന് ഉള്ള ദൃശ്യം കാണിച്ചിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജിയോളജിയ സ്ട്രക്ചറാണ് അവിടെ ഉള്ളത്. ഇവിടെ ലാറ്ററൈറ്റ് ആ മലയുടെ ഉയരം വളരെ കൂടുതലാണ്. ഇവിടെ ഏറ്റവും വലിയ അനാസ്ഥ ചെയ്തിരിക്കുന്ന, ഇത് നാഷണൽ ഹൈവേ ആണെന്ന് അതിന്റെ ധാരണ. നാഷണൽ ഹൈവേ 66 ആണോ? എടുന്നു. അപ്പം അപ്പം ഏറ്റവും അനാസ്ഥ കാണിച്ചിരിക്കുന്ന ആ റോഡ് കൺസ്ട്രക്ഷനിലാണ് നമ്മൾ കാണേണ്ടത്. അതായത് 10-13 മീറ്റർ ഉയരത്തിലെ ഒരു കട്ടിങ് അവർ കൊടുത്തിരിക്കുകയാണ്. ആ കട്ടിങ്ങിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ഒരു 70-80 ഡിഗ്രി, അതായത് വീഴാത്ത ഒരു സ്ട്രെച്ച് ഇതിന്റെ വടക്ക് ഭാഗത്തിരിപ്പുണ്ട്. അപ്പോൾ ഈ ലൂസ് സ്ട്രാറ്റയില 45 ഡിഗ്രി പോകേണ്ടത്, ആൾതാമസം കുറവാണ്. അപ്പൊ അവിടെ 45 ഡിഗ്രിയിലെ സ്ഥലം ഉള്ളിലോട്ട് എടുക്കാം, ഇല്ലെങ്കിൽ അതിനെ സ്റ്റെപ്പ് ബെഞ്ചിങ് ചെയ്ത് മാറ്റാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാവത്തില്ല. 1. 2, ഈ വീഴാതിരിക്കുന്നതും വീണതിന്റെ ഇടയിൽ നോക്കിക്കോളൂ, അതിലേക്കിടെ വെള്ളം ഊറി വരുന്നുണ്ട്. നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോഴാണ് വെജിറ്റേഷൻ കവറും ആ വെള്ളം ഊറുന്ന പാതയും നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗള്ളിയാണ്. അപ്പം വെള്ളം ഊറ്റി വരുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരു ഗള്ളി ലൈൻ വരുന്നിടത്ത് കൾവർട്ട് കൊടുക്കാതെയും മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെയും റോഡ് പണിയുന്നതാണ് ഏറ്റവും അശാസ്ത്രീയം. ആദ്യത്തെ പോയിന്റ്. അതായത് ഇത് പറയുന്നതിന് കാരണമുണ്ട്. മലബാറിൽ, അതായത് കാസർഗോഡിന്റെയും കോഴിക്കോടിന്റെയും ഭാഗങ്ങളിൽ ഇന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളും ഇതേപോലുള്ള ദുരന്തങ്ങളിലോട്ട് വഴിവെക്കുന്നതാണ്. അതുകൂടെ പറയാൻ കൂട്ടത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2, നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഇതിനകത്തൊരു മോണിറ്ററിംഗ് സംവിധാനം. കാര്യം കേരളത്തിൽ വരുമ്പോൾ കുറച്ച് ദൂരം, ചെറിയ സംസ്ഥാനം, എല്ലായിടത്തും ആൾതാമസം. ഈ പ്രദേശങ്ങളിലോട്ട് പോകുമ്പോൾ ആൾവാസങ്ങൾ കുറവ്. അങ്ങനെയുള്ളപ്പോൾ ഒരു മോണിറ്ററിംഗ് സംവിധാനം അവർക്ക് വേണ്ടതല്ലേ? 3, ഈ പറഞ്ഞ വളരെ സ്റ്റീപ്പായിട്ട് കട്ട് ചെയ്ത് ലാറ്ററൈറ്റ് വളരെ സ്റ്റീപ്പാണ്. 13-14 മീറ്റർ ഹൈറ്റിൽ കാണാം. അത് സ്ലൈഡ് ചെയ്യാം, ഏത് സമയത്തും സ്ലൈഡ് ചെയ്യാം. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഒരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ഇങ്ങനെ മലനിര ആ ഭാഗത്തു നിന്നും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് വാഹനങ്ങൾ, അവിടെ ചായ കുടിക്കാനായി വാഹനങ്ങൾ നിർത്തി, നിരനിരയായി വാഹനങ്ങൾ നിർത്താറുണ്ടെന്നാണ് പറയുന്നത്. ഈ അപകടം ഉണ്ടായ സമയത്തും ആ രൂപത്തിലായിരുന്നു സാഹചര്യം. അപ്പോൾ ഒന്ന് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇതിൽ ഏറ്റവും വലിയ. ആ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയില് വെള്ളം ഒഴുകിപ്പാനുള്ള സംവിധാനം, ആ പറയുന്ന ഗള്ളി ലൈൻ ഉണ്ട്, അതിലേക്കിടെ വെള്ളം വരുന്നത്. അപ്പൊ ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടി കഴിയുമ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് തള്ളി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ റോഡിലോട്ടേ മറിഞ്ഞു വീഴുള്ളൂ. ആ സൈഡിൽ ഒരു പ്രൊട്ടക്ഷൻ കണ്ടില്ല, പുഴയുടെ സൈഡിൽ പ്രൊട്ടക്ഷൻ കണ്ടില്ല. അപ്പോൾ ഇത് ഏകദേശം നാഥനില കളരിയുടെ ഒരു ലോകത്തൊരിടത്തും ഇതുപോലുള്ള റോഡ് നിർമ്മാണം എവിടെയും കണ്ടിട്ടില്ല. അപ്പം നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ചെയ്യുന്നതെങ്കിലും അതാത് സംസ്ഥാനത്തെ അധികാരികൾക്കും അതിനൊരു റോളുണ്ട് ഇതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ. നമ്മുടെ കേരളത്തിലും ഇതുണ്ട്. കാര്യം മലബാറിൽ ഇപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുക, ഇത്തരം റോഡ് നിർമ്മാണങ്ങൾ. നിങ്ങൾ ഒന്ന് പോയാൽ അറിയാം, അവിടെ ഈ 2 പ്രശ്നങ്ങളും ഇവിടെയും വരും. നമ്മുടെ അധികാരികൾക്കും ഇതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം, ചെയ്യണം. ഇത് രണ്ടും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഈ ഭൂപ്രകൃതി, ഇപ്പം വടക്കൻ മലബാറും ഈ പറഞ്ഞ അപകടം നടന്നിടത്തും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്.
ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കുറച്ച് ആൾതാമസം അടുത്തടുത്ത് ഉണ്ടോ എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. അവിടെ അതില്ല. എല്ലാവരും അതുപോലെ NDRF നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മൾ ഒരുപാട് കൊട്ടിഘോഷിക്കും. നമ്മൾ പറയുമ്പോൾ കേരളത്തിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ. ഇത് ഒരു വളരെ ശാസ്ത്രീയമായ രീതിയിൽ സംഘടിപ്പിക്കുകയോ മോണിറ്റർ ചെയ്യുന്നയോ ഒരു സംവിധാനം അവിടെയില്ല, നമ്മുടെ നാട്ടിലും ഇല്ല. കാര്യം അപകടം വരുമ്പോൾ ചാടി വീഴുന്ന ഒരു പരിപാടിയാണ്. അതിന് മുമ്പ് അപകടം വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ആദ്യത്തെ പ്രിൻസിപ്പിൾ. അത് ഇവിടെയും ചെയ്തിട്ടില്ല. കർണാടകത്തിൽ ഒട്ടുമില്ല. ആൾതാമസം കുറഞ്ഞിടത്തോട്ട് വടക്കോട്ട് പോകുമ്പോൾ അത് അതിലും കുറഞ്ഞു വരും. ഇത് നമ്മുടെ രാജ്യത്തിന് ഒട്ടും ഭൂഷണമല്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.